ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ എൻ്റെ ഫീഡ് വന്നുകൊണ്ടിരുന്നത് ഫുഡിൻ്റെ കണ്ടൻറ്റുകളാണ്. ഫുഡ് ആൾക്കാർ കഴിക്കാൻ പോണത്, കഴിക്കുന്ന സ്പോട്ട്. നാട്ടിൽ നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാകും. കാരണം ഇവിടെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമുക്കിങ്ങനെ നാട്ടിലെ ഫുഡ് കിട്ടുന്ന കടകളൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തൊന്നും ഇല്ല അങ്ങനെ കടകളില്ലെന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ പക്ഷേ ഈ നാട്ടിലെ ഫുഡിനെ കണ്ട് ഞാനൊരു വഴിയായി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പൊതിച്ചോറ് എൻ്റെ തലയിൽ കയറി പറ്റിയത്. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ, പക്ഷേ അല്ലാണ്ടൊരു കടയുണ്ട്, ഇനി അത് കഴിച്ചു നോക്കണം. കാരണം ഞാൻ ആകെ 2 ആഴ്ചത്തേക്കല്ലേ പോയി, അപ്പം എല്ലാം ഒന്നും ട്രൈ ചെയ്യാനുള്ള ഗ്യാപ്പില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു അടിപൊളി കടയുണ്ട്, അവിടെ ഇതേപോലെ പൊതിച്ചോറ്, ചിക്കൻ ബിരിയാണി, അങ്ങനെ എല്ലാ സാധനങ്ങളും, ചിക്കൻ ചോറ്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പം അമ്മ 2 സാധനം അമ്മയ്ക്ക് ഓർഡർ ചെയ്യാൻ പറ്റി. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി, ബാക്കിയെല്ലാം തീർന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്തേക്ക്. അവരെ വിളിച്ചെന്തോ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് മാത്രം 2 ബാക്കിയുള്ളൂ, ഭാഗ്യത്തിന് പൊതിച്ചോറ് ബാക്കിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പൊതിച്ചോറ് ഓർഡർ ചെയ്ത് വരുത്തി. ഞാൻ അവിയലിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്പെസിഫിക് ആണ്. കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കണം അല്ലെങ്കിൽ അച്ഛനൊക്കെ ഉണ്ടാക്കണം അവിയൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വീട്ടിൽ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ അന്നദാനത്തിന് പോലെ അവിടെ കിട്ടും നല്ല അടിപൊളി അവിയൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില സദ്യകളിൽ അവിയലൊക്കെ നല്ലതായിരിക്കും. അപ്പം ഈ അവിയൽ അതിലത് അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നല്ല അവിയലായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി വന്നായിരുന്നേ, അതും എൻ്റെ പൊന്നെ ഞാൻ അതിൽ ഭയങ്കര സ്പെസിഫിക്കാണ്. എനിക്ക് ചില ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിക്കും, എല്ലാം കഴിക്കും, പക്ഷേ എൻ്റെ മനസ്സിൽ തട്ടി കഴിക്കണം അങ്ങനെ കുറച്ച് റേറാണ്. ഇത് അതുപോലെ തുറന്നായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു.